ശ്രീ സാബുമോൻ, ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മലയാളികൾ പ്രേക്ഷകരൊക്കെ വലിയ വിശ്വാസത്തോടെ വലിയ ആവേശത്തോടെ കാണുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്നത്. അതിൽ ഈ റിയാലിറ്റിക്ക് അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കള്ളവോട്ട് ആരോപണമായിക്കോട്ടെ, കൈക്കൂലി ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞാൽ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വലിയൊരു ആരോപണം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ആ ഷോയിൽ പങ്കെടുത്ത് വിന്നറായ ഒരാളാണ്. ഒരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ ഒരുപാട് ആളുകളുമുണ്ട്. അത്തരത്തിൽ വലിയൊരു ആരോപണം ഇങ്ങനെ സക്സസ് ആയി പോകുന്ന ഒരു ഷോയെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾ ഒന്നടക്കം വലിയ സംശയത്തിലേക്ക് വിരൽ ചൂണ്ടും. എന്താണ് ഈ ഷോയ്ക്കുള്ളിൽ നടക്കുന്നത്? ഈ പുറമേ കാണുന്ന കളർഫുൾ സംഭവങ്ങളൊന്നുമല്ല, അതിന് പിന്നാമ്പുറത്ത് മുഴുവൻ ഇരുട്ടാണോ എന്നുള്ള വലിയൊരു സംശയമുണ്ട്. അവിടെ പങ്കെടുത്ത എല്ലാ സ്ത്രീകളും ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിനിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ സീസണിലെ ആദ്യത്തെ വിന്നർ എന്നുള്ള നിലയിൽ അവിടെ പോയി മത്സരിച്ച് ജയിച്ചു വന്ന ആ സാഹചര്യം കണ്ട ഒരാളെന്നുള്ള നിലയിൽ എന്താണ് ഈ ആരോപണം, ഈ വിവാദങ്ങളോടൊക്കെ സാബുമോന് പറയാനുള്ളത്? ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പം ബിഗ് ബോസിൻ്റെ മാത്രമല്ല, ഒരുപാട് രംഗങ്ങളിൽ പറയുന്ന ഒരു ആരോപണമാണ്. ഇതിന് പിന്നാമ്പുറം ഭയങ്കര ഇരുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ ഇപ്പോൾ ഈ മാറിയ സാഹചര്യങ്ങളിൽ പിന്നെ ഈ മീറ്റു പോലെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഇത് പറയാൻ. പക്ഷേ അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷേ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, താങ്കൾ ഒരു 3 മാസം അല്ലെ 100 ദിവസം അവിടെ കഴിഞ്ഞ ആളാണ്. താങ്കൾക്ക് ഇത്തരത്തിൽ അങ്ങനെ ഒരു ഇതിൽ പിന്നാമ്പുറത്ത് വിജയിയെ നിർണ്ണയിക്കുന്നതിൽ, അതിൽ വോട്ട് കിട്ടുന്നതിലൊക്കെ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഷോയിലെ ക്രൂവിൽ നിന്ന് ഒരു പാർഷ്യാലിറ്റി ചില മത്സരാർത്ഥികളോടുണ്ട്. ചിലരെ താഴ്ത്താൻ ശ്രമിക്കുന്നു, ചിലരെ ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായ നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടില്ല. പക്ഷെ നമ്മൾ ഒന്നാമത് ഇതൊരു ഗെയിമാണ്, ഇതൊരു മൈൻഡ് ഗെയിമാണ്, ഒരു റിയാലിറ്റി ഷോയാണ്. അപ്പോൾ ഈ പുറമേ നിന്നും അങ്ങനെ വലിയ സ്വാധീനങ്ങളൊന്നും നമ്മളിലേക്ക് ഉണ്ടാകില്ല. കാരണം സ്ക്രിപ്റ്റഡ് അല്ലാതെ പോകുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ഇതിൻ്റെ എന്താ പറയുന്നത്, അത് ഇതിൻ്റെ നിർമ്മാതാക്കൾ, അതായത് ഇത് ചെയ്യുന്ന ആളുകൾ, ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം, അവർ ഗെയിമിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു പാതയുണ്ട്. അവർക്കൊരു ലൈൻ കാണും. അവരുടെ അവർക്കൊരു പ്രൊഡക്ഷൻ ബൈബിളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ ഹോൾ പ്രൊഡക്ഷൻ ടീം ഇരുന്നിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ അത് ചെയ്തത് ശരിയല്ലല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊരു ആസ് എ പ്ലെയർ നമുക്ക് തോന്നും. പക്ഷേ അത് അങ്ങനെ ഇൻറ്റൻഷനലി വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കളിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, എടാ നമ്മൾ ജയിച്ച ഗെയിം അവർ നമ്മളെ തോൽപ്പിച്ചതാണോ എന്നൊക്കെ. അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അനുഭവപ്പെട്ട ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അതായത് ഇപ്പോൾ ഒരുപാട് റൗണ്ടുകൾ അതിലുണ്ടല്ലോ. ഞാനിത് എടുത്ത് ചോദിക്കാൻ കാരണം, അതായത് സാബുമോന്റെ ഈ ഒരു വിഷയത്തിലെ നിലപാട് വളരെ പ്രസക്തമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ആരോപണം ഉന്നയിച്ച മുൻ മത്സരാർത്ഥി അഖിൽ മാരാര് ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് എടുത്തു പറയുന്നുണ്ട്, അതായത് തന്നെയും അഖിൽ മാരാറിനെയും സാബുമോനെയും തോൽപ്പിക്കാൻ ഈ ക്രൂ അണിയറ പ്രവർത്തകർ ആവും വിധമെല്ലാം ശ്രമിച്ചിരുന്നു. പക്ഷേ തങ്ങളുടെ കഴിവുകൊണ്ടാണ് അത് ജയിച്ചു കയറി വന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി പ്രതീക്ഷിക്കണമല്ലോ ഞങ്ങൾ. ഞാൻ പുറത്ത് വന്നപ്പോൾ എന്നെ ഇഷ്ടമുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനകത്ത് ഒരുപാട് ദ്രോഹം എന്നോട് ചെയ്തിട്ടുണ്ട്, അത് ചിലരെ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ ഇത് ഫീൽ ചെയ്യില്ല. പിന്നെ ഒന്നാമത് ഞാൻ അതിനകത്ത് പോകുന്നത് ഇത് കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടല്ല. ഞാൻ വളരെ എന്താ പറയുന്നത്, യുദ്ധമുഖത്തേക്ക് വെറുതെ മരണം വരിക്കാൻ ചെന്ന് കയറി കൊടുത്തതാണ്. വെളിയിൽ വന്നപ്പോൾ ആളുകൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ വേറെ കുറച്ച് കണ്ടസ്റ്റൻസിനെ ആയിരുന്നു അവർ ജയിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നൊക്കെ. അപ്പം പക്ഷേ അറ്റ് ദ എൻഡ് താങ്കൾ തന്നെ വിന്നറായിട്ട് വന്നു. അത് ചിലപ്പം ഈ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മാത്രമാകാമല്ലോ ജയിച്ചു വന്നിട്ടുള്ളത്.
അങ്ങനെയെങ്കിലും ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്, ഈ വോട്ടിന്റെ കണക്ക് നിങ്ങൾ മത്സരാർത്ഥികളെ കാണിക്കുമോ? അതിൽ കള്ളത്തരം പറയാമല്ലോ ഈ അണിയറ പ്രവർത്തകർക്ക്. ഇപ്പോൾ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത് എന്നുള്ളത് പ്രേക്ഷകരോട് വെളിപ്പെടുത്തുന്നില്ല, നിങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, നമ്മളോടും വെളിപ്പെടുത്തില്ല. ഞാൻ എൻ്റെ വോട്ടിംഗ് സംഭവം കണ്ടത് ഫൈനൽ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ പിറകിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയായിരുന്നു, ഇത്ര വോട്ട് ഇന്ന ആൾക്ക്, ഇത്ര വോട്ട് ഇന്ന ആൾക്കെന്ന്. അപ്പോഴാണ് അറിയുന്നത്. അതുപോലെ ഈ വോട്ടിങ്ങിൻ്റെ ഇതിനകത്ത്, കാരണം ഒന്നാമത് ഈ ഷോ എന്ന് പറയുന്നത്, ഇത് ബിഗ് ബോസ് എന്ന് ഇവിടെ പേരാണ്, ഇത് ഒരു ഇൻ്റർനാഷണൽ ഷോ ആണ്. ഇത് ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു ഷോ ആണ്. അത് എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു അതിൻ്റെ കോപ്പി റൈറ്റ്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ ബെനീജെ സാസ് എന്ന് പറയുന്ന കമ്പനിയാണ് അവരെ ഇന്ത്യയിലിപ്പം അവരെ ടേക്ക് ഓവർ ചെയ്തു എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. ആ കമ്പനിയാണ് നടത്തുന്നത്. ഒന്നാമത് ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇത് വിവിധ രാജ്യങ്ങളിൽ ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിതിന് മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇത്രയും വലിയ ഒരു $1 മില്യൺ ബിസിനസ് കൊണ്ടുവന്നിട്ട് ഈ ഭൂഗോളത്തിൻ്റെ ഒരറ്റത്തുള്ള ഒരു കുത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്തൊരു കേരളത്തിലെ ഒരു റീജിയണൽ ലാംഗ്വേജിൽ കൊണ്ടുവന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഹോൾ പ്രോഗ്രാമിൻ്റെ വേൾഡ് വൈഡ് കോപ്പിറൈറ്റ് ഉള്ള അവർക്ക് മില്യൺ കണക്കിന് ഡോളർ ഏൺ ചെയ്യാൻ പറ്റുന്ന ഈ ഷോയെ അവർ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് കാര്യം. അവർക്ക് ഇപ്പം ഇന്ത്യയിൽ ഇപ്പം ഹിന്ദിയിൽ സൽമാൻ ഖാനാണ് ഇത് നടത്തുന്നത്. മിക്കവാറും എല്ലാ ഭാഷകളിലും അവിടുത്തെ വളരെ പ്രമുഖരായ താരങ്ങളാണ് ഈ ഷോ ആങ്കർ ചെയ്യുന്നത്. ഇൻ്റർനാഷണലി ഭയങ്കര ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ഷോയാണിത്. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ ലാംഗ്വേജിന് വേണ്ടി, നമ്മുടെ ചെറിയ ലാംഗ്വേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കമ്പാരിറ്റീവ്ലി മറ്റ് വലിയ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇത്രയും ചെറിയ ഒരു ഓഡിയൻസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് അവരുടെ ക്രെഡിബിലിറ്റി കളയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. പിന്നെ ഈ വോട്ടിങ്ങിൻ്റെ കാര്യത്തിനകത്ത് എൻ്റെ സമയത്ത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ആയിരുന്നു ഇതിൻ്റെ ഓഡിറ്റിംഗ് ഏജൻസി. കാര്യം അവരുടെ ഈ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരൊരു തേർഡ് പാർട്ടി ആയിട്ടൊരു ഓഡിറ്റിംഗ് ഏജൻസിയാണ് അവർ ഏൽപ്പിക്കുന്നത്. ഇപ്രാവശ്യം ആർക്കാണ് എന്നുള്ള അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെ ഒരു കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ചാനലിന് ആക്ച്വലി ഇതിൻ്റെ പ്രൊഡക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. കാര്യം ഞാൻ ഒരു 20 വർഷത്തിൽ കൂടുതലായിട്ട് ടെലിവിഷനിലുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഇത്തരം വെളിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതൊരു അവർക്കൊരു പ്രൊഡക്ഷൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ അപ്പുറം ഇപ്പുറം പോകാൻ അവർക്ക് പറ്റില്ല. അത് നമ്മൾ ചാനലിൽ നിന്ന് ചെന്നാൽ പോലും നമുക്ക് കുറച്ച് പരിമിതമായ അവകാശങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാറുള്ളൂ.